നമസ്കാരം. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പവിത്രമായ ധനുമാസ രാവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചനാഥനായ പരമശിവനും ജഗദംബികയായ പാർവതി ദേവിയും ഒന്നായതിന്റെ പുണ്യസ്മരണ പുതുക്കി നാം വീണ്ടും ഒരു തിരുവാതിര കൂടി വരവേൽക്കുകയാണ്. 2026 ജനുവരി 3 ശനിയാഴ്ചയാണ് ഇത്തവണത്തെ തിരുവാതിര. ശനീശ്വര പ്രീതി കൂടി ലഭിക്കുന്ന ഈ പുണ്യദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഇരട്ടി ഫലം നൽകും. സുമംഗലികളുടെ മംഗല്യ ഭാഗ്യത്തിനും കന്യകമാരുടെ ഉത്തമപതി ലാഭത്തിനും വേണ്ടിയുള്ള ഈ മഹാവ്രതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമുക്ക് എന്താണെന്ന് നോക്കാം. തിരുവാതിര എന്ന മഹാവ്രതത്തിന്റെ പവിത്രമായ തുടക്കം കുറിക്കുന്നത് മകയിരം നാളിലാണ്. 2026 ജനുവരി 2 വെള്ളിയാഴ്ചയാണ് ഇത്തവണത്തെ മകയിരം നോമ്പ്. ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ ആദ്യ ദീപം തെളിയുന്ന സുദിനം. തിരുവാതിര വ്രതം നോൽക്കുന്നവർക്ക് മാത്രമല്ല, കേരളീയ പാരമ്പര്യത്തിലെ എല്ലാ അമ്മമാർക്കും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് മകയിരം നോമ്പ്. തന്റെ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് മാതൃത്വത്തിന്റെ ഉദാത്തമായ സമർപ്പണമാണ്. മകയിരം നോറ്റാൽ മക്കൾക്ക് ദീർഘായുസ് ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം സൂര്യോദയത്തിന് മുൻപേ ഉണരണം. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച് ദേഹശുദ്ധി വരുത്തുക. ശേഷം വീടിന്റെ പൂമുഖത്ത് നിലവിളക്ക് തെളിയിച്ച് ശിവപാർവതിമാരെ ധ്യാനിക്കണം. കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തിനായി അന്നേ ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ പുണ്യമാണ്. മകയിരം നാളിൽ വ്രതം നോൽക്കുന്നവർ ഭക്ഷണക്കാര്യത്തിൽ കഠിനമായ നിഷ്ഠകൾ പാലിക്കണം. ഈ ദിവസം ഒരിക്കൽ മാത്രമേ പാടുള്ളൂ, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം. ഉച്ചയ്ക്ക് സസ്യാഹാരം മാത്രം ഉൾപ്പെടുത്തി 4 കൂട്ടി സദ്യ ഉണ്ണാം. കൂവ കുറുക്കിയത് ഭഗവാന്റെ പ്രസാദമായി ഈ ദിവസം കരുതുന്നു. കൂവപ്പൊടി ശർക്കരയും തേങ്ങയും ചേർത്ത് കുറുക്കി പ്രസാദമായി കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം നൽകും. രാത്രിയാകുമ്പോൾ അരിയാഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കണം. പകരം ഗോതമ്പോ ചാമയോ അല്ലെങ്കിൽ പഴങ്ങളോ കരിക്കിൻ വെള്ളമോ മാത്രം കഴിച്ച് രാത്രിയിലെ പ്രാർത്ഥനകളിൽ മുഴുകാം. ഈ ഭക്ഷണ നിയമം ശരീരത്തെ അടുത്ത ദിവസത്തെ ആർദ്ര ജാഗരണത്തിനായി അഥവാ ഉറക്കമൊഴിക്കലിനായി പവിത്രമാക്കി മാറ്റുന്നു. മകയിരം നാളിലെ സന്ധ്യാസമയമാണ് എട്ടങ്ങാടി നിവേദ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. മനസ്സിനെ ലൗകിക ചിന്തകളിൽ നിന്ന് മാറ്റി പൂർണ്ണമായും ഈശ്വരനിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഈ നോമ്പിന്റെ ലക്ഷ്യം. 2026 ഈ മകയിരം നോമ്പ് വെള്ളിയാഴ്ചയും കൂടി ആയതിനാൽ മഹാലക്ഷ്മി പ്രീതിക്കും സുമംഗലി ഭാഗ്യത്തിനും ഒരുപോലെ ഉത്തമമാണ്. വരാനിരിക്കുന്ന തിരുവാതിര പുണ്യത്തിനായി ഓരോ ഭക്തരും തന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സമയമാണിത്. തിരുവാതിര വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യമാണ് എട്ടങ്ങാടി. കാച്ചിൽ, ചേമ്പ്, ചേന, കൂർക്ക, കിഴങ്ങുകൾ, ഏത്തക്കായ തുടങ്ങിയ അഗ്നിയിൽ ചുട്ടെടുക്കുന്നു. ശേഷം ശർക്കരപ്പാനിൽ തേനും നെയ്യും ചോളമലരും പയറും ചേർത്ത് കുഴച്ചെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന 8 തരം വിഭവങ്ങൾ അഗ്നിശുദ്ധി വരുത്തി ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെയാണ് നാം വണങ്ങുന്നത്. ഇത് ഭക്തിപൂർവം കഴിക്കുന്നതിലൂടെ ശരീരത്തിനും മനസ്സിനും ജാഗരണത്തിനുമുള്ള ഊർജം ലഭിക്കുന്നു. മകയിരം നാളിലെ നിവേദ്യങ്ങൾക്കു ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് തിരുവാതിരയുടെ അതിപാവനമായ രാവിലേക്കാണ്. 2026 ജനുവരി 2 വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇത്തവണത്തെ ആർദ്ര ജാഗരണം. തിരുവാതിര വ്രതത്തിന്റെ ജീവൻ തന്നെ ഈ ഉറക്കമൊഴിക്കലിലാണ്. ഈ രാത്രിയിൽ ഉറങ്ങുന്നത് വ്രതത്തിന്റെ ഫലം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ നാം ഉറക്കമൊഴിക്കുന്നത്? ഐതിഹ്യങ്ങൾ പറയുന്നത് മഹാദേവനെ പതിയായി ലഭിക്കാൻ പാർവതി ദേവി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച രാത്രിയാണെന്നാണ്. പ്രകൃതിയും പുരുഷനും ഒന്നാകുന്ന ആ പുണ്യ നിമിഷം നമ്മുടെ ഉള്ളിൽ ദർശിക്കാനാണ് നാം ഉണർന്നിരിക്കുന്നത്. ഇതിനെ ആർദ്ര ജാഗരണം എന്ന് വിളിക്കുന്നു. മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ലൗകികമായ സുഖങ്ങൾ വെടിഞ്ഞു നടത്തുന്ന ഒരു ആത്മീയ സമർപ്പണമാണ്. ഈ രാത്രിയുടെ പ്രധാന ആകർഷണം കൈകൊട്ടിക്കളിയാണ്. വെറും ഒരു വിനോദമല്ല, ഇത് മറിച്ച് മന്ത്രോച്ചാരണം പോലെ പവിത്രമായ ഒരു ആരാധന രീതിയാണ്. നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ നിന്ന് താളാത്മകമായി കൈകൾ കൊട്ടി ചുവടുകൾ വെക്കുമ്പോൾ സ്ത്രീകൾ പാടുന്നത് പാർവതി ദേവിയുടെയും മഹാദേവന്റെയും സ്തുതികളാണ്. ഓരോ കൈയൊടിയും ഓരോ ചുവടും ഭഗവാനോടുള്ള പ്രാർത്ഥനയായി മാറുന്നു. കന്യകമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുവാനും സുമംഗലികൾ ഭർത്താവിന്റെ സൗഖ്യത്തിനായും ഈ നൃത്തത്തിലൂടെ ശിവഭക്തിമാരെ പ്രീതിപ്പെടുത്തുന്നു. പണ്ട് കാലങ്ങളിൽ സർവ്വസാധാരണമായി തുടിച്ചുകുളി എന്ന തനിമ ചോരാതെ പലയിടങ്ങളിലും നടക്കുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ, അതായത് പുലർച്ചെ, സ്ത്രീകൾ സംഘം ചേർന്ന് കുളത്തിലോ പുഴയിലോ ഇറങ്ങുന്നു. കൈകൾ കൊണ്ട് ജലത്തിലെ താളാത്മകമായി അടിച്ച് ശബ്ദമുണ്ടാക്കി ശിവസ്തുതികൾ പാടി നടത്തുന്ന ഈ കുളി ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉന്മേഷഭരിതമാക്കുന്നു.
ജലം പോലും ഭഗവാന്റെ സാന്നിധ്യമായി മാറുന്ന നിമിഷമാണിത്. ഇനി അടുത്തതായത് ഭക്ഷണ നിയമമാണ്. തിരുവാതിര രാത്രിയിൽ ഒരല്പം പോലും ഉറങ്ങുവാൻ പാടില്ല എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണ നിയമവും. അരിയാഹാരം ഈ രാത്രിയിൽ പൂർണ്ണമായും വർജിക്കണം. എട്ടങ്ങാടി നിവേദ്യവും കരിക്കും കൂവ കുറുക്കിയതും മാത്രമാണ് പ്രധാന ആഹാരങ്ങൾ. ഈ രാത്രി നീളുന്ന ജാഗരണത്തിലൂടെ നാം നമ്മുടെ ഉള്ളിലെ ഭക്തിയുടെ ഒരു വിളക്ക് പോലെ ജ്വലിപ്പിക്കുകയാണ്. ഈ ഏകാഗ്രതയും പ്രാർത്ഥനയുമാണ് ഓരോ കുടുംബത്തിലും ഐശ്വര്യവും മംഗളവും കൊണ്ടുവരുന്നത്. രാത്രിയുടെ അന്ത്യയാമത്തിൽ നാം അടുത്ത പ്രധാന ചടങ്ങായ പാതിരാപ്പൂ ചൂടലിലേക്കാണ് പ്രവേശിക്കുന്നത്. അർദ്ധരാത്രിയിൽ ആർപ്പുവിളികളുടെയും കുരവകളുടെയും അകമ്പടിയോടെ പാതിരാപ്പൂ ചൂടുന്നു. ദശപുഷ്പങ്ങളായ കറുക, വിഷ്ണുക്രാന്തി, മുക്കൂറ്റി, പൂവാങ്കുരുന്നില, നിലപ്പന, കൈയൂന്നി, ഉഴിഞ്ഞ, മുയൽ ചെവിയൻ, ചേറുള, തിരുതാളി, ഓരോ പൂവിനും ഓരോ ദേവതാ സങ്കല്പമുണ്ട്. ഇവ ശിരസിൽ ചൂടുന്നതിലൂടെ ഭർത്താവിന്റെ ആയുസ്സും കുടുംബത്തിന്റെ ഐശ്വര്യവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. 2026 ജനുവരി 2 രാത്രിയിലാണ് ഈ പവിത്ര ചടങ്ങ് നടക്കേണ്ടത്. രാത്രി മുഴുവൻ ഭക്തിപൂർവം നടത്തിയ ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ വ്രതത്തിന്റെ ഏറ്റവും വിശുദ്ധമായ മുഹൂർത്തത്തിലേക്കാണ്. അതാണ് ആർദ്ര ദർശനം. 2026 ജനുവരി 3 ശനിയാഴ്ച പുലർച്ചെയാണ് ഭക്തർ ഈ പുണ്യ ദർശനം നടത്തേണ്ടത്. പഞ്ചഭൂതങ്ങളിൽ ആകാശരൂപിയായി വിളങ്ങുന്ന നടരാജമൂർത്തി തിരുവാതിര നക്ഷത്രത്തിൽ പ്രസന്നനായി ആനന്ദ താണ്ഡവമാടുന്ന സമയമാണിത്. പുലർച്ചെ ക്ഷേത്രനട തുറക്കുമ്പോൾ ശിരസിൽ ചൂടിയ ദശപുഷ്പങ്ങളിലെ മഞ്ഞുതുള്ളികളുമായി ഭക്തിയാൽ നിർമ്മലമായ മനസ്സോടെ ഭഗവാന്റെ ജ്യോതിർമയമായ രൂപം ദർശിക്കുന്നത് കോടി പുണ്യമായി കരുതപ്പെടുന്നു. ശനിയാഴ്ച വരുന്ന ഇത്തവണത്തെ ആർദ്ര ദർശനം ശനിദോഷങ്ങൾ നീങ്ങുവാനും കുടുംബത്തിന് ശാന്തി ലഭിക്കാനും അതീവ ഉത്തമമാണ്. തിരുവാതിര നാളിൽ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട പ്രധാന വഴിപാടുകളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മുൻവിളക്കും പിൻവിളക്കും. ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഭഗവതി സങ്കല്പമുള്ള വിഗ്രഹത്തിന് പിന്നിലും നെയ്വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ദമ്പതികൾക്കിടയിലെ ഐക്യത്തിനും മംഗല്യ തടസ്സങ്ങൾ മാറുവാനും ഏറ്റവും വിശേഷപ്പെട്ടതാണ്. കൂടാതെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല സമർപ്പണം ജലധാരയും ഈ ദിവസം നടത്തുന്നത് കുടുംബത്തിൽ സർവൈശ്വര്യങ്ങളും നിറയ്ക്കും. അടുത്തതായി പാരണ വീടുകയാണ്. തിരുവാതിര വ്രതം അവസാനിപ്പിക്കുന്നത് അതീവ ശ്രദ്ധയോടെ വേണം. ജനുവരി 3 തിരുവാതിര നക്ഷത്രം പൂർത്തിയാകുന്നത് വരെ വ്രതശുദ്ധി തുടരേണ്ടതാണ്. വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പവിത്രമായ തീർത്ഥം ഭക്തിപൂർവം സേവിച്ചു വേണം ഉപവാസം അവസാനിപ്പിക്കുവാൻ. ഇതിനെയാണ് പാരണ വീട്ടുക എന്ന് പറയുന്നത്. ഒരു കാര്യം ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തലേ ദിവസം രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞതിന്റെ ശാരീരികമായ ക്ഷീണം ഉണ്ടാകാം. എങ്കിലും വ്രതവിധി പ്രകാരം ജനുവരി 3 പകൽ ഉറങ്ങുവാൻ പാടില്ല. പകൽ ഉറങ്ങുന്നത് വ്രതഫലത്തെ കുറയ്ക്കുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം പകൽ മുഴുവൻ ശിവഭജനവും നാമജപവുമായി കഴിച്ച് വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം ദീപാരാധന കണ്ട് പ്രാർത്ഥിക്കുന്നതോടെ വ്രതം പൂർണ്ണമാകുന്നു. ഭക്തിയും വിനയവും സമർപ്പണവും കൈകോർക്കുന്ന ഈ മഹാവ്രതം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. 2026 ജനുവരി 3 ഈ പുണ്യദിനത്തിൽ നാം നടത്തിയ ഓരോ പ്രാർത്ഥനയും കൈലാസനാഥന്റെ പാദങ്ങളിൽ എത്തട്ടെ. ദശപുഷ്പം ചൂടി നാവുകളിൽ പവിത്രമായ ശിവമന്ത്രങ്ങളുമായി നിങ്ങൾ നടത്തിയ ഈ വ്രതാനുഷ്ഠാനം നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഐശ്വര്യവും ആയുരാരോഗ്യവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വ്രതം നോൽക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ആത്മീയമായ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ വ്രതാനുഭവങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.